ഇന്നത്തെ അറിയിപ്പുകൾ. വിദ്യാർത്ഥികൾക്കായി പുതിയ പ്രതിമാസ ത്രൈമാസ പാസ് അവതരിപ്പിച്ച് കൊച്ചി മെട്രോ. പാസുകൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രതിമാസ പാസിന് 1100 രൂപയാണ്. ഈ പാസ് ഉപയോഗിച്ച് ഏത് സ്റ്റേഷനിൽ നിന്നും ഏത് സ്റ്റേഷനിലേക്കും പരമാവധി 50 യാത്രകൾ ചെയ്യാം. ശരാശരി ടിക്കറ്റ് നിരക്കിൽ നിന്ന് 33% ഇളവാണ് ഈ പാസിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. പാസിന്റെ കാലാവധി എടുക്കുന്ന തീയതി മുതൽ 30 ദിവസമാണ്. ത്രൈമാസ പാസിന് 3000 രൂപയാണ് നിരക്ക്. 3 മാസമാണ് കാലാവധി. 150 യാത്രകൾ വരെ നടത്താം. ഒരു ട്രിപ്പിന് പ്രതിദിന ശരാശരി നിരക്ക് 33 രൂപയാണ്. 50 യാത്രയ്ക്ക് 1650 രൂപയാകും. അതാണ് പാസ് എടുക്കുന്നതോടെ 1100 രൂപയായി കുറയുന്നത്. വിദ്യാർത്ഥികൾക്ക് പ്രതിമാസ പാസ് എടുക്കുന്നതിലൂടെ 550 രൂപ ലാഭം ലഭിക്കും. പാസ് ലഭിക്കുന്നതിനുള്ള പ്രായപരിധി 30 വയസ്സാണ്. വിദ്യാലയ മേധാവി നൽകുന്ന സാക്ഷ്യപത്രം, സ്റ്റുഡന്റ് ഐഡന്റിറ്റി കാർഡ്, പ്രായം തെളിയിക്കുന്ന രേഖ എന്നിവ സഹിതം വിവിധ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ജൂലൈ 1 മുതൽ പാസ് എടുക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അഡ്വാൻസ് ക്ലെയിമുകൾക്കുള്ള ഓട്ടോ സെറ്റിൽമെന്റ് പരിധി ഉയർത്തി EPFO. നിലവിലെ 1 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചത്. 2020 ആഗോളതലത്തിൽ COVID-19 മഹാമാരി പടർന്നുപിടിച്ച സമയത്ത് ഫണ്ട് വേഗത്തിൽ ലഭിക്കുന്നതിനാണ് EPFO അഡ്വാൻസ് ക്ലെയിമുകളുടെ ഓട്ടോ സെറ്റിൽമെന്റ് ആരംഭിച്ചത്. അടിയന്തര ഘട്ടങ്ങളിൽ വേഗത്തിൽ ഫണ്ട് ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതാണ് പുതിയ തീരുമാനമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ക്ലെയിം നൽകിയാൽ 72 മണിക്കൂറിനുള്ളിൽ തുക ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. രോഗം, വിദ്യാഭ്യാസം, വിവാഹം, ഭവന ആവശ്യങ്ങൾ എന്നിവയ്ക്കാണ് അഡ്വാൻസ് ക്ലെയിമുകൾ അനുവദിക്കുന്നത്. ഈ നീക്കം മാനുവൽ വെരിഫിക്കേഷൻ ഇല്ലാതെ തന്നെ തുക പിൻവലിക്കാൻ സഹായിക്കും. ഓട്ടോ സെറ്റിൽമെന്റ് പരിധി വർദ്ധിപ്പിച്ചതോടെ അംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ തൽക്ഷണം സ്വയമേവ പിൻവലിക്കാൻ കഴിയും. ഇതുവരെ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുകകളുടെ മുൻകൂർ പിൻവലിക്കലിനായി അംഗങ്ങൾക്ക് മാനുവൽ വെരിഫിക്കേഷനായി കാത്തിരിക്കേണ്ടി വന്നിരുന്നു. മാർച്ചിൽ സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് പരിധി 5 ലക്ഷം രൂപയായി ഉയർത്താനുള്ള നിർദ്ദേശം അംഗീകരിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2025-26 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ ബാർ ഹോട്ടലുകൾക്കായി പ്രഖ്യാപിച്ച ആംനസ്റ്റി പദ്ധതി പ്രകാരം കുടിശ്ശിക ഒടുക്കാത്തവർക്കെതിരെ അരിയർ റിക്കവറി നടപടികളുമായി സംസ്ഥാന GST വകുപ്പ്. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി 65-ലധികം ബാർ ഹോട്ടലുകളിൽ നടത്തിയ അരിയർ റിക്കവറി ഡ്രൈവിൽ 3.5 കോടിയാണ് പിരിച്ചെടുത്തത്. GST വകുപ്പ് നടത്തിയ അരിയർ റിക്കവറി ഡ്രൈവിലൂടെ 11 ഹോട്ടലുകൾ ആംനസ്റ്റി പദ്ധതിയുടെ ഭാഗമായി 25-ലധികം ഹോട്ടൽ ഉടമകൾ പദ്ധതിയുടെ ഭാഗമാകാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കുടിശ്ശിക തീർപ്പാക്കാത്തവർക്കെതിരെ കർശനമായ റിക്കവറി നടപടികൾ തുടരുമെന്ന് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് കമ്മീഷണർ അറിയിച്ചു. അന്താരാഷ്ട്ര MSME ദിനമായ ജൂൺ 27-ന് സംസ്ഥാന വ്യാപകമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ പ്രസക്തി ബോധ്യപ്പെടുത്തുന്നതിനായി വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും കേര പദ്ധതിയുടെയും ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ. രാജ്യത്തെ വ്യവസായ സംസ്ഥാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് പുതുതലമുറയ്ക്ക് അവബോധമുണ്ടാകുന്നതിനായി നടത്തുന്ന ക്വിസ് മത്സരത്തിൽ കോളേജ് തലത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് 2 പേരടങ്ങുന്ന ഒരു ടീമിന് പങ്കെടുക്കാം. യുവാക്കളെയും വിദ്യാർത്ഥികളെയും സംരംഭകത്വത്തിലേക്ക് ആകർഷിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തവണത്തെ MSME ദിനാഘോഷത്തിന്റെ മുഖ്യ പ്രമേയം. ജൂൺ 27-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന പരിപാടിയിൽ വ്യവസായ മന്ത്രി P. രാജീവ് വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്യും. 50,000 രൂപയാണ് ഒന്നാം സമ്മാനം. 2, 3, 4 സ്ഥാനങ്ങളിലെത്തുന്നവർക്ക് 25,000, 10,000, 5,000 രൂപ എന്നിങ്ങനെ സമ്മാനമായി ലഭിക്കും.